മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, കൊൽക്കത്തയിലെ നഗരം ആളിക്കത്തുകയാണ് പ്രതിഷേധാഗ്നിയിൽ. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മമതാ സർക്കാരിനെതിരെ കൊൽക്കത്തയിൽ ബഹുജന പ്രതിഷേധം തുടരുകയാണ്. ഡൽഹിയിലെത്തിയ ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് ഇന്ന് രാഷ്ട്രപതിയെ കണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില വിശദീകരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ആനന്ദ് ബോസ് കൂടിക്കാഴ്ച നടത്തും. അതിനിടെ പ്രതിഷേധം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ ആശുപത്രികളിൽ 25% സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കേസ് ഏറ്റെടുത്ത് ഒരാഴ്ചയാകുമ്പോഴും CBIയും ഇരുട്ടിൽ തപ്പുകയാണ്. CBI കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ ഇന്ന് നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. കൊൽക്കത്തയിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? പൊതുവെ ഈ രാഷ്ട്രീയ അവസ്ഥ വളരെ മോശമാണെന്ന് അറിയുന്നു. മമതാ ബാനർജി പ്രതിരോധത്തിനായി പല വഴികളും തപ്പുന്നെങ്കിലും ഒന്നും ഏൽക്കുന്നില്ല. അതേസമയം CBIയും ഇരുട്ടിൽ തപ്പുകയാണ്. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടോ ആദിൽ പാലോട്? സഞ്ജയ് റോയിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങി അവസാനിക്കാനാണോ സാധ്യത? ന്യായമായും നമ്മൾ അങ്ങനെ സംശയിക്കുകയാണ്. മമതാ സർക്കാരിന് പലയിടത്തും പിഴച്ചിട്ടുണ്ട്. അത് തെരുവിൽ നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നു. പൊതുജനങ്ങളാകെ ഇളകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, ഫുട്ബോൾ ആരാധകർ, ഒപ്പം വനിതകൾ, ബഹുജനങ്ങളാകെ തെരുവുകൾ രാത്രി സമയങ്ങളിൽ നിറയുകയും വാഹന ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുൻവശത്താണുള്ളത്. വലിയ സന്നാഹം, സുരക്ഷാ സന്നാഹം ഇവിടെയുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൊൽക്കത്ത പോലീസിൽ നിന്നും വിന്യസിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രതിഷേധം ശക്തമാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോൾ പോലീസിനും ഭരണ സംവിധാനങ്ങൾക്കുമുള്ളത്. അത് എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ള ആലോചനയാണ്. പലതരത്തിലുള്ള പദ്ധതികൾ മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരമാണ് പിന്നീട് അത് സംസ്ഥാന വ്യാപകമായി പടർന്നു പന്തലിക്കുകയും വലിയ രൂപത്തിൽ അതൊരു പ്രക്ഷോഭമായി മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആർജിക്കാർ മെഡിക്കൽ കോളേജിന് പരിസരത്ത് 7 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പക്ഷേ സമരക്കാരാകട്ടെ മറ്റു ഭാഗങ്ങളിൽ ഒത്തുകൂടുകയും കഴിഞ്ഞ ദിവസം സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപത്ത് ആയിരക്കണക്കിന് ആളുകൾ, അല്ല 10,000കണക്കിന് ആളുകൾ എത്തി പ്രതിഷേധിക്കുന്നതും കാണാം. ഇപ്പോൾ ഈ കോളേജിന് മുൻവശത്ത് കോളേജ് കെട്ടിടത്തിൽ ഒരു വലിയ കൂറ്റൻ ബാനർ നീതിക്ക് വേണ്ടി തൂക്കിയിരിക്കുന്നത് കാണാം. ഈ കെട്ടിടത്തിൽ വെച്ചാണ് അഭയ എന്ന് നമ്മൾ വിളിക്കുന്ന വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടത്, ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. അവിടെ നമുക്ക് കാണാം വലിയൊരു ബാനർ, ജസ്റ്റിസ് ഫോർ അഭയ എന്ന പേരിൽ ബംഗാളി ഭാഷയിൽ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനർ കാണാം. ഏതായാലും ഈ രൂപത്തിൽ സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് ജൂനിയർ ഡോക്ടർമാരുടെയും പൊതുജനങ്ങളാകെ തന്നെ കരുതുകയും അവർ പറയുകയും ചെയ്യുന്നത്. ഇവിടെ ഈ സമരപ്പന്തലിൽ ചെറിയ രൂപത്തിലാണ് ഇപ്പോൾ സജീവമായിട്ടില്ല, സജീവമായി വരുന്നതേ ഉള്ളൂ സമരപ്പന്തൽ എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു സമരത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ പോകുന്നു. അത് മമതാ സർക്കാരിനെ ആകെ തന്നെ തലവേദനയിലാക്കിയിട്ടുണ്ട്. CBI അന്വേഷണം ഇപ്പോഴും ഒരു തരത്തിലും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അടുത്ത ദിവസങ്ങളിൽ കൽക്കട്ട കോടതിയിൽ CBIക്ക് റിപ്പോർട്ട് നൽകേണ്ടി വരും. അപ്പോൾ എന്തു പറയും എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം 7 ദിവസമാകുന്നു, ഒരാഴ്ചയോളമാകുന്നു CBI തന്നെ കേസ് ഏറ്റെടുത്തിട്ട്. പക്ഷേ സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വാളണ്ടിയറുടെ അപ്പുറത്തേക്ക് നമ്മൾ തന്നെ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരോപിക്കുന്നത് പോലെ, സഹപാഠികൾ ആരോപിക്കുന്നത് പോലെ, ഇവിടുത്തെ ജീവനക്കാർ ആരോപിക്കുന്നത് പോലെ ഒരാൾക്ക് മാത്രമായി ചെയ്യാൻ കഴിയാത്ത കൃത്യം ഇതിൽ പലർക്കും, വലിയൊരു സംഘത്തിന് തന്നെ പങ്കുണ്ട് എന്ന് സംശയിക്കുമ്പോഴും അതിലേക്കൊരു വിരൽ ചൂണ്ടുന്ന തെളിവിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്കോ പോകുന്നില്ല എന്നൊരു പ്രശ്നം കൂടി ഉദിക്കുന്നുണ്ട്. ഇപ്പോൾ സന്ദീപ് ഘോഷിനെ 5ാം ദിവസം തുടർച്ചയായി ഇന്നും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. CBIയുടെ അന്വേഷണം ഒരു വഴിക്ക് അങ്ങനെ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രതിവാദങ്ങളും സജീവമാവുകയാണ്. അതിനിടെയാണ് ബംഗാൾ ഗവർണർ ഇന്നലെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി എന്നിവരെ കണ്ടിവിടത്തെ ക്രമസമാധാന നില വിശദീകരിക്കുമെന്നാണ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അരുൺ, ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊൽക്കത്തയിലെ നഗരം വലിയ പ്രതിഷേധാഗ്നിയിൽ തന്നെയാണ്. പക്ഷേ ആദിൽ പാലോട്, എത്ര കാലം ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്.